എന്തായാലും നിലമ്പൂരിൽ പ്രചാരണം ചൂടുപിടിക്കുന്നു എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്നത്തെ പ്രചാരണം കരുളായി പഞ്ചായത്തിലാണ്. 14-ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തും. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ M സ്വരാജിന്റെ പര്യടനത്തിനായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പര്യടനം തുടരുകയാണ്. K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ മണ്ഡലത്തിലൊക്കെ സജീവമാണ്. PV അൻവറിന്റെ പ്രചാരണത്തിനായി തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങൾ മണ്ഡലത്തിലെത്തും. യൂസഫ് പത്താനും മഹുവ മൊയ്ത്രയും ഞായറാഴ്ച നിലമ്പൂരിലെത്തും. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അലി. വെരി ഗുഡ് മോർണിംഗ് വെങ്കി ആൻഡ് ശ്രുതി. ഏതായാലും നിലമ്പൂർ അങ്ങനെ ചൂട് പിടിക്കുകയാണ്. പ്രധാന നേതാക്കളൊക്കെ എത്തി പ്രചാരണം കൊഴുപ്പിക്കുകയാണല്ലേ? ഇത് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണോ അലി? പ്രിയങ്ക ഗാന്ധി എത്തുന്നു, യൂസഫ് പത്താൻ എത്തുന്നു, മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു. ഇതെന്തൊക്കെയാണ് നടക്കുന്നത് നിലമ്പൂരില്? തീർച്ചയായും മുന്നണികൾ എല്ലാവരും തന്നെ ഒരു അതിഗംഭീര ശക്തി പ്രകടനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നിലമ്പൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലല്ല ഇനി മുന്നോട്ട് പ്രചരണം. പ്രധാന നേതാക്കളെ മണ്ഡലത്തിലേക്ക് ഇറക്കി കളം പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളവും LDF-നെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറുവശത്ത് അൻവറുമുണ്ട് തന്റെ ശക്തി കാണിക്കാനായി പ്രധാന നേതാക്കളെ കളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പുമായി. നാളെ മുതൽ, അതായത് 3 ദിവസം 13, 14, 15 തീയതികളിൽ M സ്വരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. മണ്ഡലത്തിൽ 3 ദിവസം ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണ പരിപാടികളിലേക്കാണ് ഈ LDF കടക്കുന്നത്. ആദ്യഘട്ടത്തിലെ ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ തന്നെ വലിയൊരു ആൾക്കൂട്ടത്തെ എത്തിക്കാൻ, ഒരു ശക്തി പ്രകടനമാക്കി അത് മാറ്റാൻ LDF ശ്രമിച്ചിരുന്നു. അതിനവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ വരുന്ന 3 ദിവസങ്ങളിലെ പ്രചാരണ പരിപാടികളിലും അതേ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടത്തെ, വലിയൊരു ജനാവലിയെ അണിനിരത്തിക്കൊണ്ടുള്ള പരിപാടിക്ക് തന്നെയാണ് എന്തായാലും LDF കോപ്പുകൂട്ടുന്നത്. ഇന്ന് M സ്വരാജിന്റെ പ്രചാരണം തുടരുകയാണ്. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈകിട്ട് ഒരു വിദ്യാർത്ഥി മഹാറാലിയൊക്കെ LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടി LDF-ന്റെ വളരെ പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടികളൊക്കെ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. അതേസമയം ഇന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കരുളായി പഞ്ചായത്തിലാണ് പ്രചാരണം നടത്തുന്നത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു ഘട്ടമായതുകൊണ്ട് ഇതൊക്കെ മറുപടി പറഞ്ഞു തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. നാളെ തന്നെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി പ്രിയങ്ക ഗാന്ധി UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി മണ്ഡലത്തിലേക്ക് എത്തും. മറ്റന്നാളാണ് UDF-ന്റെ പ്രധാന പരിപാടികൾ. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വെങ്കി പറഞ്ഞതുപോലെ പ്രചാരണം തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ അനാഥത്വം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും പിന്നീട് തൃണമൂൽ കോൺഗ്രസ് അൻവറിന്റെ പ്രചാരണം ഏറ്റെടുക്കുകയാണ്. തൃണമൂലിന്റെ ദേശീയ മുഖങ്ങളെല്ലാം തന്നെ ഇതാ മണ്ഡലത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഞായറാഴ്ച യൂസഫ് പത്താനും മഹുവ മൊയ്ത്രയും മണ്ഡലത്തിലേക്ക് എത്തും. ഇരു നേതാക്കളും PV അൻവറിന് വേണ്ടി റോഡ് ഷോ സംഘടിപ്പിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അന്നേ ദിവസം പരമാവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനത്തിനാവും അൻവറും കോപ്പുകൂട്ടുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം അണിയറയിൽ നടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഥാനാർത്ഥികൾ തമ്മിലും മുന്നണികൾ തമ്മിലും എല്ലാമുള്ള പോരിങ്ങനെ നടക്കുന്നതിനിടയിലാണ് സാഹിത്യ മേഖലയിലും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പോര് നടക്കുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദമൊക്കെ നടക്കുകയാണ്. കൽപ്പറ്റ നാരായണനും വൈശാഖനും അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രതികരണം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം അത് മണ്ഡലത്തിലെത്തിക്കാൻ വേണ്ടി ആശാപ്രവർത്തകർ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ചന്തക്കുന്നിൽ നിന്നും PWD റെസ്റ്റ് ഹൗസ് വരെയാണ് ആശാപ്രവർത്തകരുടെ മാർച്ച്. ആശാപ്രവർത്തകർ വീടുകൾ കയറിയുള്ള പ്രചാരണം ഉൾപ്പെടെ നടത്തും. അങ്ങനെ എന്തായാലും നിലമ്പൂരിത ക്ലൈമറ്റ് തണുത്തതാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രധാന നേതാക്കൾ കൂടി മണ്ഡലത്തിലേക്ക് എത്തുന്നതോടെ കളമൊന്ന് നിറയും. അല്ലെ, അതാണ് ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥ ഒന്ന് തണുത്ത് നിൽക്കുമ്പോഴും ഒരു പ്രചാരണത്തിലൊന്നും ഒരു ചൂട് കുറവില്ല. വളരെ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ ഒരു വിവാദങ്ങളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറുവശത്ത് എന്തായാലും പ്രചാരണം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ നിലമ്പൂരുകാരുടെ ഒരു ആവേശം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ആരായിരിക്കും എന്ന് എന്തെങ്കിലും സൂചന കിട്ടുമോ? ശ്രുതി, നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഒരു വൈഷമ്യമൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമായും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയവും, അനന്തുവിൻ്റെ മരണം, അതിന് മുമ്പുണ്ടായ റഷീദിൻ്റെ മരണം, അതിനിടയിലുണ്ടായ കടുവ ആക്രമണം, ഇങ്ങനെ നിരന്തരമായി ഈ വന്യജീവി സംഘർഷം നേരിടേണ്ടി വരുന്ന ഈ മനുഷ്യർ അവരുടെ ആവശ്യം തുറന്നു പറഞ്ഞുകൊണ്ട് അത് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും,
തങ്ങൾക്കൊപ്പം നിന്നവർക്കൊപ്പം തങ്ങൾ നിൽക്കുമെന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആദ്യഘട്ടത്തിലെ ആ ചൂടല്ല ഇപ്പോൾ. ഇനിയിപ്പോൾ പ്രധാന നേതാക്കൾ കൂടി മണ്ഡലത്തിലേക്ക് എത്തുന്നതോടുകൂടി എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മുഖ്യമന്ത്രി വരുന്ന ഘട്ടത്തിൽ LDF ക്യാമ്പ് വളരെ വലിയ രീതിയിൽ സജീവമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ നമ്മളത് കണ്ടതാണ്. ഇനി വരുന്ന 3 ദിവസം അത് നമ്മൾ സ്വാഭാവികമായും കാണും. ഇനി പ്രിയങ്കാ ഗാന്ധി എത്തുന്നതോടുകൂടി UDF ക്യാമ്പ് ഉണരും. അവരുടെ പരമാവധി വലിയൊരു ശക്തി പ്രകടനത്തിനുള്ള സജ്ജമാകാനുള്ള നീക്കങ്ങളാണ് UDF ക്യാമ്പിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അൻവർ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്കിടയിലും ഒക്കെ പരമാവധി അൻവർ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും യൂസഫ് പത്താനും മഹുവ മൊയ്ത്രയും ഒക്കെ വരുമ്പോഴേക്കും അൻവർ അതിന്റെ എക്സ്ട്രീമിലേക്ക് ഈ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അലി, ഒരു കാര്യം, ഇപ്പോൾ ഈ ആശമാർ നിലമ്പൂരിലേക്ക് എത്തും, ഒരു പ്രചാരണമൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. അതിന് UDF എന്തെങ്കിലും തരത്തിലൊരു പിന്തുണയൊക്കെ കൊടുത്തിട്ടുണ്ടോ? വെങ്കി, ഈ ഘട്ടത്തിൽ അത് ആശമാരുടെ പ്രചാരണ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ മറ്റു രീതിയിലുള്ളൊരു പ്രത്യക്ഷ പരിപാടി UDF കൂടെ നിൽക്കും എന്ന നിലയിലൊരു പരിപാടിയിലേക്ക് കടന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അറിയിപ്പിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇന്ന് ആശാപ്രവർത്തകർ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവർ സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ UDF കൃത്യമായ പിന്തുണ അതിൽ അറിയിക്കും. ഇനി ഏതെങ്കിലും നേതാക്കൾ അവിടേക്ക് എത്തുമോ, UDFന്റെ നേതൃനിരയിൽ നിന്നും ആരെങ്കിലും എത്തി നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യമെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. രാവിലെ 10 മണിക്ക് ചന്തക്കുന്നിൽ നിന്നാണ് ആശാപ്രവർത്തകരുടെ ഈ പ്രകടനം ആരംഭിക്കുന്നത്. PWD റെസ്റ്റ് ഹൗസ് വരെ ഈ പ്രകടനം നീളും. ഇതിനിടയിൽ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനും ആശാപ്രവർത്തകർക്ക് ഒപ്പുകൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും UDF ക്യാമ്പിൽ നിന്നുള്ള പിന്തുണ, നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വെങ്കി, ശരി, അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.